ഇനി പ്രാവിനെ കുറിച്ച് പറഞ്ഞാൽ, പുറാവെ കുറിച്ച് சொன்னால், പ്രാവ് പുറാ നിഷ്കളങ്കതയെ കാണിക്കുന്നു. അത് കളങ്കം അറ്റൊരു സ്വഭാവത്തെ കാണിക്കുന്നത്. പറഞ്ഞേ, കളങ്കമില്ലാത്തത്, കളങ്കമില്ലാത്ത സ്വഭാവത്തെ കാണിക്കുന്നത്, പകയില്ലാത്തത്, പകയില്ലാത്തത്, വൈരാഗ്യമില്ലാത്തത്, വൈരാഗ്യമില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാവ് പുറാ കളങ്കമില്ലായ്മയെ കാണിക്കുന്നു. കളങ്കമില്ലാത്തதை നീ சுட்டிக்காட்டுகிறது. എത്ര കൂട്ടിനകത്ത് അതിനെ അടച്ചിട്ടാലും, எவ்வளவு ஒரு கூட்டுக்குள் அடைத்து வைத்தாலும், അത് വന്ന് സ്നേഹത്തോടെ നിന്റെ തോളത്ത് പറന്നിരിക്കും. அது അൻപോடு உன் தோளிலே வந்து இருக்கும். അത് ഒരിക്കലും തന്റെ യജമാനനെ വിട്ട് പറന്നു പോകാറില്ല. அது ஒருபோதும் தன் யஜமானை விட்டு பறந்து போவதில்லை. അത് അതിന്റെ കോമ്പൗണ്ടിൽ തന്നെ വിശ്വസ്തയായിരിക്കും. அது உன்னுடைய காம்பவுண்டுக்குள்ள തന്നെ നമ്പിക്കയോടെ இருக்கும். പറഞ്ഞേ, പ്രാവ് നിഷ്കളങ്കതയുള്ളതാണ്. புறா കളങ്കമറ്റതെന്ന് சொல்லுங்களே. വിശ്വസ്തയാണ്. அது விசுவாசமுள்ளது. ഒരു പ്രാവിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ஒரு புறாவை நீங்கள் பார்த்தால் അതിന്റെ കണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കും. அவருடைய கண்கள் எப்போதும் கண்ணீரினால் நிறைந்திருக்கும். എപ്പോഴും അതിന്റെ കണ്ണ് ചുവന്ന് നനഞ്ഞിരിക്കും. எப்போதும் அவருடைய கண்கள் கண்ணீரினால் நிறைந்திருக்கும். അത് പ്രാർത്ഥനയെ കാണിക്കുന്നു. அது ஜெபத்தை காண்பிக்கிறது. അത് നെഗറ്റീവ് കണ്ണുനീരല്ല. அது அவன் எதிர்மறையான கண்ணீர் அல்ல. ഇതുവരെ നടത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ കണ്ണുനീര്. இதுவரைக்கும் நடத்தினீர் அல்லவோ என்கிறதான ഒരു സന്തോഷത്തിൻ കണ്ണുനീർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രാവ് എന്ന് പറയുന്നത്. ഇതാ പുറാവ് എന്ന് சொல்கிறது. ഹല്ലേലൂയ. ആമേൻ. പ്രാവ് ആരോട് പിണങ്ങിയിരിക്കാറില്ല. புறா யாரோடும் சண்டை போடுவதில்லை. ആരോട് കോപിക്കാറില്ല. யாரையும் தோல்வி அடைய செய்வதில்லை. വൈരാഗ്യം കാണിക്കാറില്ല. வைராக்கியம் காண்பிக்காது. അതിന് കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥിച്ച് കാത്തിരിക്കുക ചെയ്യുന്നത്. அதுக்கு கிடைக்கிற வேளை முழுவதுமாய் செபித்து காத்திருக்கும். അതിന്റെ യജമാനന് വേണ്ടി കാത്തിരിക്കും. அப்படி யஜமானுக்கு காத்திருக்கும். അതുകൊണ്ടാ പറയുന്നേ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ പ്രിയൻ വരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിൻ പ്രിയൻ വരാറായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഒരു വചനമാണ് കേട്ടോ, ഞാൻ പാട്ടായി പാടിയെന്നേ ഉള്ളൂ. அவர் பாடின பாடல் ஒரு வசனமாய் இருக்கிறது. ഹല്ലേലൂയ. ആമേൻ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുപ്രാവേ നിന്റെ പ്രിയൻ വരാറായി. തന്റെ യജമാനന് വേണ്ടി ഒരു പ്രാവ് കുറുകി കുറുകിയിരിക്കുന്നത് പോലെ, தன்னுடைய எஜமானுக்காக ஒரு புறா ஆமேன் காத்து காத்து குறுகி இருக்கிறது போல, ഇന്നൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? இன்றைக்கு ஒரு அபிஷேகத்துக்காய் காத்திருக்கிற எத்தனை பேர் உண்டு? നിന്റെ കാത്തിരിപ്പിന് ഇന്നൊരു വിരാമം ദൈവം ഇടാൻ പോവാ. உன்னுடைய காத்திருப்பிலே ஒரு ஜெயத்தை கர்த்தர் கொடுக்க ഒരു போகிறார். വലിയൊരു അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേൽ അയക്കാൻ പോവാ. ஒரு பெரிய അഭിഷേകത്തെ ആണ്ടവർ ഉൻ മേൽ അனுப்ப போகிறார். Praise the Lord. Praise the Lord. ഒരു പ്രാവിനെ നമ്മൾ എടുത്തു നോക്കിയാൽ, ஒரு புறாவை நாம் எடுத்து கவனித்தால், പ്രധാനപ്പെട്ട ആ പോയിന്റ് ആണ്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. முக்கியமான அந்த பகுதி, அதை கவனமாய் கவனியுங்கள். ഒരു പ്രാവിനെ നമ്മൾ എടുത്തു നോക്കിയാൽ, ஒரு புறாவை எடுத்து கவனித்தால் അതിന് രണ്ട് ചിറകുകളുണ്ട്. அதுக்கு இரண்டு சிறகுகள் உண்டு. എത്ര ചിറകുണ്ട്? எத்தனை சிறகு புறாவுக்கு? രണ്ട് വിങ്സ് ഉണ്ട്. இரண்டு சிறகுகள். ആ രണ്ട് ചിറകും ரெண்டு சிறகுகள் നിന്റെ മേൽ വരും. அந்த ரெண்டு சிறகு உங்க மேல வரும். എത്ര പേര് വിശ്വസിക്കുന്നു? எத்தனை பேர் விசுவாசிக்கிறீங்க? ഇന്ന് നടന്നു വന്നവര്, இன்னைக்கு நடந்து வந்தவர்கள் எத்தனை பேர்? നടന്നു வந்தவர்கள் ചിറകടിച്ച് തിരിച്ചു പോകാൻ പോവാ. சிறகடித்து திரும்ப போகிறார்கள். രണ്ട് ചിറക് ദൈവം തരും. உங்களுக்கு இரண்டு சிறகை ஆண்டவர் தருவார். ஒரு பக்கம் 9, இன்னொரு பக்கம் 9 துறவை தொண்டு. இந்த புறாவுடைய ரெண்டு சிறகுகளையும் എത്ര പേരുണ്ട്? புறா வளர்த்தினவங்க எத்தனை பேர் ഉണ്ട് വീട്ടിൽ? ഒരു ചിറകിലെ 9 തൂവൽ, ஒரு சிறகுல 9 தூவல், ഒരു ചിറകിലെ 9 തൂവൽ, இன்னொரு சிறகுல 9 தூவல். ഈ 9 ഒരു സൈഡിലെ 9 തൂവൽ, ഒരു സൈഡിലെ 9 തൂവൽ ആത്മാവിന്റെ ഫലത്തെ കാണിക്കുന്നു. അത് ആത്മാവുடைய பலனை காண்பிக்கிறது. ഒരു സൈഡിലെ 9 തൂവൽ, ഒരു ചിറകിലെ இன்னொரு 9 തൂവൽ ആത്മാവിന്റെ കൃപാവരത്തെ കാണിക്കുന്നു. ആവിൻ കൃപൈ വരങ്ങളെ കാണിപ്പിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് 9 വിധ ഫലങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ 9 വിധ ഫലങ്ങളുണ്ട്. 9 വിധ വരങ്ങളുണ്ട്. 9 വിധ വരങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഈ 18 ക്യാരക്ടർ, പരിശുദ്ധ ആവിയുടെ 18 സ്വഭാവങ്ങൾ, 9 ഫലവും
9 കനിയും 9 കൃപാവരവും 9 കൃപ വരങ്ങളും ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവത്തെ ഒരു നിമിഷം കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് വാഞ്ചിക്കുന്നവർ മാത്രം ഒരു നിമിഷം കരങ്ങളെ തട്ടി കർത്തருக்கு മഹിമ செலுத்துங்கள். ഇന്ന് പകൽ ആരാധന കഴിയുമ്പോൾ இந்த பகல் ஆராதனை முடியும் போது 9 വിധ ഫലങ്ങളും 9 കനികളെയും 9 വിധ കൃപാവരങ്ങളെയും 9 கிருபை வரங்களையும் നിന്റെ മേൽ ദൈവം അയക്കാൻ പോകുന്നു എന്ന് உன்மேல் ஆண்டவர் அனுப்ப போகிறார் என்று വിശ്വസിക്കുന്നവർ മാത്രം விசுவாசிக்கிறவர் மாத்திரம் കരങ്ങളെ വീശി അടിച്ച് கைகளை வீசி அடித்து കർത്താവേ, கர்த்தாவே നിന്റെ ലൈഫില് என்னுடைய வாழ்க்கையிலே 9 വിധ ഫലങ്ങളും 9 கனிகளும் 9 വരങ്ങളും 9 வரங்களையும் വെളിപ്പെട്ടു വരും. வெளிப்பட்டு வர வேண்டும்.